പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കി നൽകിയ ഈ നല്ല അവസരത്തെ ഓർത്ത ദൈവത്തിന് നന്ദി പറയാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ജീവിതം. നന്മ മാത്രം ഞങ്ങൾക്കായി തന്നു, നവ്യമാക്കി ജീവിതം. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. നാവിനാലെ കീർത്തിച്ചിടുവാൻ നാൾ മുഴുവൻ കൃപ കാട്ടി നീ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥാ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ, നന്ദിയല്ലാതില്ലൊന്നുമില്ല. എന്നും കരങ്ങളിൽ വഹിച്ചവനേ. സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവശബ്ദത്തിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയിരിക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ഈ പ്രഭാതത്തിൽ ധ്യാനിപ്പാൻ സദൃശ്യവാക്യങ്ങൾ 10-ാമത്തെ അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 10-ാം അധ്യായം 28-ാമത്തെ വാക്യം. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു, ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് നൽകിയിരിക്കുന്നത്. ഈ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ 10-ാം അധ്യായം മുതൽ 25-ാം അധ്യായം വരെ വളരെ അനുഗ്രഹത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ 10-ാമത്തെ അധ്യായത്തിനകത്ത് 10 പ്രാവശ്യം നീതിമാന്മാർ എന്ന് ആമേൻ ഇതിനകത്ത് ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി ആവർത്തിച്ച് മറ്റു പുസ്തകങ്ങളെക്കാൾ ഈ 10-ാമത്തെ അധ്യായം മുതൽ 25-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ നീതിമാന്മാരുടെ ഒരു വലിയ നിര തന്നെ ഉണ്ട്. നീതിമാന്മാർ, നീതിമാന്റെ വായി എന്ന് തുടങ്ങി ഒരു വലിയ ഒരു നീണ്ട അധ്യായങ്ങൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. അപ്പോ ഈ കാലഘട്ടങ്ങളിൽ വളരെ പ്രാർത്ഥിക്കുന്ന, വളരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന ഒത്തിരി അഭിഷക്തന്മാരുമുണ്ട്, അഭിഷക്ത പിതാക്കന്മാരുണ്ട്, അഭിഷക്ത മാതാക്കന്മാരും ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ആമേൻ. വരും വരായെക്കുറിച്ചൊക്കെ പ്രവചിക്കുന്ന അനവധി അഭിഷക്തന്മാർ ഈ ഭൂമിയിലുണ്ട്. സ്തോത്രം. ആമേൻ. അങ്ങനെയെങ്കിൽ ഒരൊറ്റ പ്രത്യാശയാണ് നീതിമാന്മാർക്കുള്ളത്. എന്താണെന്നറിയാമോ? നിത്യത എന്ന വിഷയം. ആമേൻ. ഹല്ലേലൂയ. പ്രാണകാന്തനോട് കൂടെ കോടാനുകോടി യുഗം ആമേൻ വാസം ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് സകല നീതിമാന്മാർക്കും
ഉള്ളത്. എന്നാൽ ഇവിടെ ഈ പ്രത്യാശ എന്ന് പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, 27-ാമത്തെ വാക്യത്തിലേക്ക് ഒരു പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. കണ്ടോ? അപ്പോൾ ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകുമെന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നു. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ ശരിക്ക് പഠിക്കുമ്പോൾ പ്രായവ്യത്യാസമില്ലാതെ അനേക വ്യക്തികൾ ഈ ഭൂപരപ്പിൽ ഞൊടിയിടയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിലുപരിയായി നീതിമാന്മാരെ അനുഗ്രഹിക്കുന്ന ഒരു സ്വർഗവും ഇന്ന് പകൽക്കാലം നമ്മുടെ മുമ്പിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ആമേൻ. ഈ നീതിമാൻ എന്ന് പുസ്തകം വിളിച്ചു പറയുമ്പോൾ നോക്കിക്കേ, അതിന്റെ 6-ാമത്തെ വാക്യം പറയും, നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു. കണ്ടോ? അപ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, നീതി പ്രവർത്തിക്കു വേണ്ടി കാംക്ഷിക്കുന്ന, ദാഹിക്കുന്ന, രാവും പകലും നീതിക്ക് വേണ്ടി നിൽക്കുന്ന നീതിമാന്മാരെ കുറിച്ചാണ് ആമേൻ ഈ 10-ാമത്തെ അധ്യായം മുതൽ 25-ാമത്തെ നീണ്ട 15 അധ്യായങ്ങൾ ആമേൻ വളരെ ശക്തമായും വ്യക്തമായും തൻ്റെ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ ജ്ഞാനി വിളിച്ചു പറയുന്നത്. എന്നാൽ ഇതിൻ്റെ 11-ാമത്തെ വാക്യം പറയും, നീതിമാന്റെ വായി ജീവന്റെ ഉറവാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇതിൻ്റെ 16-ാമത്തെ വാക്യം പറയും, നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും. കണ്ടോ? എന്നാൽ ഇതിൻ്റെ 21-ാമത്തെ വാക്യം പറയും, നീതിമാന്റെ അധരങ്ങൾ സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 20-ാം വാക്യം പറയുന്നു, നീതിമാന്റെ നാവ് ആമേൻ മേൽത്തരമായ വെള്ളി. ആമേൻ. ഓരോ വാക്യത്തിനകത്തും. എന്നാൽ എൻ്റെ 3-ാമത്തെ വാക്യം പറയുന്നത്, യഹോവ നീതിമാനെ പട്ടിണിക്കിടുകയില്ല. സ്തോത്രം. എന്നാൽ ഇതിൻ്റെ 30-ാമത്തെ വാക്യം പറയും, നീതിമാൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. സ്തോത്രം. ഒരു നാളും കുലുങ്ങിപ്പോകാതെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. കേട്ടോ? എന്നാൽ 31-ാം വാക്യം പറയുന്നു, നീതിമാന്റെ വായി ന്യായം മുളപ്പിക്കുന്നു. എന്നാൽ 32-ാമത്തെ വാക്യത്തിലേക്ക് പറയുന്നു, 10-ാമത്തെ നീതിമാനെ കുറിച്ച് പറയുന്നത്, നീതിമാന്റെ അധരങ്ങൾ ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിനു വേണ്ടി വാതുറക്കുന്ന ഒരു കൂട്ടം നീതിമാന്മാരെ കുറിച്ച് പുസ്തകം ആവർത്തിച്ച് നമ്മോട് സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ 11-ാമത്തെ അധ്യായത്തിലെ നീതിമാന്മാരെ കുറിച്ച് പറയുന്നത്, 8-ാമത്തെ വാക്യം പറയും, നീതിമാൻ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. കണ്ടോ? അപ്പോൾ തന്നെ പ്രൈസ് ദി ലോർഡ് അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാന്മാർ ശുഭമായിരിക്കുമ്പോൾ പട്ടണം സന്തോഷിക്കും. ഇന്ന് പകലില് ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ ആമേൻ നാവാക്കി ഒരു കൂട്ടം നീതിമാന്മാരെ ദൈവം എണീപ്പിക്കാൻ പോകുകയാ. സ്തോത്രം. എന്നാൽ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ആമേൻ നീതിയാൽ സ്ഥിരപ്പെട്ടിരിക്കുന്നവൻ ജീവനെ ആമേൻ പ്രദർശിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വലിയൊരു നീതിമാന്മാരെ കുറിച്ച് ഇതിനകത്ത് ആമേൻ നോക്കി 23-ാം വാക്യം, നീതിമാന്മാരുടെ അനുഗ്രഹം നന്മ ആമേൻ തന്നെ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ നിര തന്നെ ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നു. 30-ാം വാക്യം പറയുന്നു, നീതിമാന് ജീവവൃക്ഷം ആമേൻ ജീവവൃക്ഷമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സാന്നിധ്യത്തിന് നടുവിൽ ഇന്ന് പകലിൽ ആമേൻ സ്തോത്രം, ഈ വായിക്കപ്പെട്ട തിരുവെഴുത്തിലേക്ക് നമ്മൾ വരപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, നീതിമാന്റെ അധരങ്ങൾ ആമേൻ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ ആമേൻ ഒരു പ്രശംസയാകുന്നു. ദൈവത്തെ പ്രശംസിക്കുന്ന ഒരു കൂട്ടം നീതിമാന്മാരെ ദൈവം ഇന്ന് പകൽക്കാലം എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. ഇവിടെ പറഞ്ഞ നീതിമാന്റെ വായി ന്യായം മുളപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നീതിമാൻ ആമേൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു നാളും കുലുങ്ങിപ്പോകാത്ത ദൈവം
നിർത്തുന്ന ഒരു പകലാക്കി ഇന്ന് പകൽക്കാലം തീർക്കാൻ പോകുക. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുങ്ങാം. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ, നിങ്ങൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ നല്ലൊരു പ്രഭാതം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അഭിഷക്തനാണെങ്കിൽ, ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കാൻ പോകുക. സ്തോത്രം. എന്നാൽ യെശയ്യാവിൻ്റെ പുസ്തകം 41:14 വാക്യം ഇങ്ങനെ പറയുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ഇന്ന് പകലിൽ എന്ത് ചെയ്യുന്നറിയാമോ? സഹായിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് ആമേൻ 41:10 വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നുകരം നീതിമാന്മാരുടെ വായിൽ കൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ 22 വാക്യം പറഞ്ഞ യഹോവയുടെ അനുഗ്രഹത്താൽ ആമേൻ സമ്പത്തുണ്ടാകുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ, എവിടെയൊക്കെയോ നന്മകൾ അകപ്പെട്ടു പോയ ആമേൻ നന്മകൾ പലപ്പോഴും ആമേൻ ശത്രുവിൻ്റെ അധർമ്മപാളയത്തിനകത്ത് അവൻ സ്വരൂപിച്ച് ആമേൻ സ്തോത്രം അവൻ നമ്മെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു: നീതിമാൻ സ്ഥിരപ്പെട്ടിരിക്കുന്നു, ഇരിക്കുന്നവൻ ജീവനെ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ ആമേൻ നാവായി, ദൈവത്തിൻ്റെ വായായി, ദൈവത്തിൻ്റെ പ്രവൃത്തിയായി ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ആമേൻ മുമ്പിൽ കൊണ്ടുവരാൻ പോകുക. നോക്കിക്കേ, അടുത്ത് 11-ാമത്തെ അധ്യായത്തിൻ്റെ 23 വാക്യം പറഞ്ഞു: നീതിമാന്മാരുടെ അനുഗ്രഹം ആമേൻ സ്തോത്രം നന്മ തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആമേൻ അതിൻ്റെ പ്രൈസ് ദി ലോർഡ് 30-ാമത്തെ വാക്യം പറയുന്നു: നീതിമാന് ജീവവൃക്ഷം ആമേൻ പ്രതിഫലം ആമേൻ ജ്ഞാനമായവൻ ഹൃദയങ്ങളെ ആമേൻ നേടുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ 31 വാക്യം പറയുന്നു: ആമേൻ നീതിമാന് ഭൂമിയിൽ പ്രതിഫലം കിട്ടുന്നു. ഹല്ലേലൂയ. ആമേൻ ദൈവപൈതലേ, അങ്ങനെ ആമേൻ ഈ ആമേൻ 10-ാമത്തെ അധ്യായം മുതൽ നിങ്ങൾ 25-ാമത്തെ അധ്യായം വരെ നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്ത് പെയ്തിറങ്ങുന്ന നീതിമാന്മാരെ കുറിച്ചുള്ള നീണ്ട ഒരു നിര തന്നെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ആമേൻ നീതിമാന് ഇന്ന് പകൽക്കാലം പ്രത്യാശിക്കാം. ആമേൻ നീതിമാന് പ്രത്യാശിക്കാം. ദൈവത്തിൻ്റെ വലിയ മഹത്വത്തിലേക്ക് അടുപ്പിക്കുന്ന ആമേൻ സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട്. എന്നാൽ നീതിമാന്മാരുടെ വിചാരങ്ങൾ ന്യായം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുടെ ആഴം വെളിപ്പെടേണ്ട ആമേൻ ദിവസങ്ങൾ അതിക്രമിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നീതിമാൻ തൻ്റെ മാർഗത്തിൻ്റെ ആമേൻ പ്രൈസ് ദി ലോർഡ് ആമേൻ പ്രമാണമാകുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ സന്തോഷിപ്പാൻ ഈ പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ അടയ്ക്കാമല്ലോ. അതെ, 10-ാമത്തെ വാക്യത്തിന് 28-ാമത്തെ 10-ാമത്തെ അധ്യായത്തിന് 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരുടെ പ്രത്യാശയോ പ്രൈസ് ദി ലോർഡ് പ്രതീക്ഷയോ ഭംഗം വരും. പ്രൈസ് ദി ലോർഡ്. നീതിമാന്മാരെ മാനിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് നമ്മുടെ നടുവിലുണ്ട്. ഈ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അപ്പാ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. നീതിമാന്മാരുടെ ഒരു വലിയ നിര ഞങ്ങളുടെ മുമ്പിൽ ദൈവം തന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. സകല വാഹനങ്ങളെയും കർത്താവേ, സകല അഭിഷക്തന്മാരെയും അഭിഷക്തമാരെയും കർത്താവിൻ്റെ പൊന്നുരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.